എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDA 2021 മാത്തമാറ്റിക്സിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. കറക്റ്റ് അതേ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചു പോകുന്നത്. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലെയും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ള ഒരു പക്ക മോഡൽ മനസ്സിലാകും എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യമാണ്. ആദ്യ ചോദ്യം, ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n ഫോർ വിച്ച് 1 - i by 1 + i whole raised to n square equal to 1 where i is equal to square root of -1 is. ശ്രദ്ധിച്ചിരിക്കുക, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും 100% തീർച്ചയായിട്ടും കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു റിസൾട്ടാണ് 1 - i by 1 + i യും ഇതിന്റെ റെസിപ്രോക്കൽ 1 + i by 1 - i യും. കാരണം അത് റാഷണലൈസ് ചെയ്യുന്ന, അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്ന ആ ഒരു റാഷണലൈസേഷൻ സ്റ്റെപ്സ് ചെയ്ത് സമയം കളയാതെ എല്ലായ്പ്പോഴും ഒരുപാട് പ്രാവശ്യം കീമായാലും NDA ആയാലും JEE ആയാലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് 1 + i by 1 - i യും 1 - i by 1 + i യും. അപ്പോൾ അതങ്ങ് കാണാൻ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശ്രദ്ധിച്ചിരിക്കുക, 1 + i by 1 - i ആണെങ്കിൽ 1 + i by 1 - i ആണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം i ആയിരിക്കും. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ 1 - i ആണ്. അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം i ആയിരിക്കും. ഇതിന്റെ റെസിപ്രോക്കൽ 1 - i by 1 + i ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം -i ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ഇത് കണ്ടുപിടിക്കാം കേട്ടോ. എല്ലാവർക്കും കോംപ്ലക്സ് നമ്പർ പഠിച്ചതാണ്. സോ ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് 1 - iയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 1 + i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഈ 1 - i by 1 + i എന്ന് പറയുന്നത് എന്താണ്? -i ആണ്. സോ -i റേസ് ടു എന്താണ്? n² is equal to 1. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന -i റേസ് ടു n² is equal to 1, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ചെറിയ ഇൻറ്റിജേഴ്സ് തൊട്ട് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങാൻ. ആദ്യം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആയിരിക്കും ആൻസർ. ഇല്ലെങ്കിൽ അടുത്ത തൊട്ട് വലിയ നമ്പർ 4 നോക്കുക. 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 4 ആയിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കുക. ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കുക. പക്ക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചെറിയ ഓപ്ഷൻ ഫസ്റ്റ് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടുള്ള 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. n is equal to 2 കൊടുത്താൽ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ. -i റേസ് ടു n ന് 2 കൊടുത്താൽ 2² -i റേസ് ടു 4 വരും. -i റേസ് ടു 4. -i റേസ് ടു 4 എന്താണെന്ന് അറിയാം. ശ്രദ്ധിച്ചിരിക്കുക, -i റേസ് ടു 4 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 4 ഇൻറ്റു i റേസ് ടു 4 ആണ്. ശരിയല്ലേ? a ഇൻറ്റു ബി ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? a റേസ് ടു n ഇൻറ്റു ബി റേസ് ടു n ആണ്. അപ്പോൾ മൈനസിനും റേസ് ടു 4 കൊടുക്കണം, ഐക്കും റേസ് ടു 4 കൊടുക്കണം. -1ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ +1. -1ന്റെ പവറിൽ ഓഡ് നമ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ -1. 4 എന്ന് പറയുന്ന ഈവൻ നമ്പർ ആണ്, ആൻസർ +1 ഇൻറ്റു i റേസ് ടു 4. i റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? i² ഇൻറ്റു i² ആണ്. i² -1 ആണെന്ന് അറിയാലോ, കാരണം i റൂട്ട് -1 തന്നിട്ടുണ്ട്. സോ അവിടുന്ന് i² -1 കിട്ടും. -1 ഇൻറ്റു -1 ആൻസർ +1. ഇതൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ ഓർത്തിരിക്കേണ്ട സംഭവമാണ്. i റേസ് ടു 4 എന്താണ്? 1 ആണ്. 1 ഇൻറ്റു 1 എന്ത് കിട്ടി? 1 കിട്ടി. സോ RHS കിട്ടുന്നുണ്ട്. n is equal to 2 സാറ്റിസ്ഫൈഡ് ആണ്. സോ ഓപ്ഷൻ എ 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പവേഴ്സ് ഓഫ് i എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. i എന്ന് പറയുന്നത് √ of -1 ആണ്. i² എന്ന് പറയുന്ന -1 ആണ്. i³ എന്ന് പറയുന്ന -i ആണ്. i റേസ് ടു 4 എന്ന് പറയുന്ന 1 ആണ്. i റേസ് ടു 5 എന്ന് പറയുന്നത് i ആണ്. i റേസ് ടു 6 എന്ന് പറയുന്ന -1 ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് i റേസ് ടു 10 വരെയെങ്കിലും ഓർത്ത് വെക്കുക. കാണാതെ പഠിച്ചു വെക്കേണ്ട. i² അറിയാമെങ്കിൽ തന്നെ, i² -1 ആണെന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ.